ഹലോ അർമീസേ. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യണോണ്ട് തന്നെ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വൺ ഷോട്ട് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട്. എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നറിയാം. അപ്പോൾ ക്ഷമിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോഴല്ലേ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എക്സാമിന് മുമ്പ് വീഡിയോ എഡിറ്റ് ആക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതാണ്. ഇതാണ് ജോൺ. സിംഗിൾ പാരന്റ് ആണ്. ആളൊരു ബിസിനസ് മാൻ കൂടിയാണ്. നല്ല കുക്കിംഗ് ചെയ്യും. 2 മക്കളെ നോക്കണ്ടേ. 2 മക്കളാണ്. ഒന്ന് ഇസണ് ഇളയ മോള്, മൂത്ത മോന് ജിമ്മി പ്രൊഫസറാണ്. ജിമ്മി പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് ഗിസ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ട് ഡിഗ്രി പഠിക്കുന്നത്. ഇസക്ക് ഒട്ടും താല്പര്യമില്ല കോളേജ് പഠിക്കാനൊന്നും, തീരെ ആഗ്രഹമില്ല. പിന്നെ അച്ഛനെ നിർബന്ധപ്രകാരമാണ് കോളേജിൽ പഠിക്കുന്നത്. ആൾ ഫുള്ള് മറ്റേ ചിൽ വൈബ്, പഠിപ്പൊന്നും സെറ്റ് ആവില്ല, അങ്ങനത്തെ മൈൻഡ് നടക്കണാണ്. ഇപ്പോഴേ 8:30 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി എപ്പോ ഞാൻ കോളേജിലേക്ക് പോവാനാണ്? നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ പിന്നിലണയവയുടെ മൃദു പദചലനവും ഒരു ശ്രുതി അത് നിറയുകയോ. അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ. എനിക്കറിയണത് തന്നെയല്ലേ അവൾക്ക് കോളേജ് പോവാന് ഭയങ്കര മടിയാണെന്ന്. നീ പോയി അവളെ വിളിക്ക്, ഞാൻ അപ്പോത്തിന് ഫുഡൊക്കെ സെറ്റ് ആക്കാം. ഇസ, വേഗം എണീച്ചേ. ടൈം എത്രയെന്നറിയോ? കോളേജിൽ പോവാനുള്ളതാണ്. 8:30. 9:30 കൃത്യം കോളേജിൽ എത്തണം. എന്താണ് ജിമ്മി, നാളെ മുതൽ ഞാൻ കോളേജിൽ വരാം. ഫസ്റ്റ് ഡേ അല്ലേ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂല. നാളെ മുതൽ വരുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. വേഗം എണീച്ചിട്ടില്ലെങ്കിൽ നിന്റെ സ്ട്രോബെറി മിൽക്ക് ഞാനും ഇല്ലേ കട്ട് ചെയ്യും, വാങ്ങി തരൂല. എന്തോ ഒരു കഷ്ടാണ്. ഞാൻ എണീക്കാം. വിട്ട് ചെല്ലാതെ നീളും കാലം വേണ്ടും വാരായോ അരികിലെ കാതൽ പൂക്കും പൂവേ സാരൽ വീസ. കോളേജിലെത്തി. ഇസക്ക് കുഞ്ഞിനാൾ മുതലേ കമ്പനിയായ ഫ്രണ്ട്സുകളാണ് ലിയ, ജെനി, ലിസ. അവര് 4 ആൾക്കാരും ഭയങ്കര കട്ട കമ്പനിയാണ്. ചൈൽഡ്ഹുഡ് മുതലേ ഫ്രണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അവര് കോളേജിലും. അവര് 4 ആൾക്കാരും എവിടെ പോണോ, എന്ത് അലമ്പിനായാലും 4 ആൾക്കാർ കൂടെ ഉണ്ടാവും. അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഹലോ ഗായ്സ്, ലിയ എപ്പോഴെത്തിയില്ലേ? എപ്പോഴെങ്കിലും ലിയ കോളേജിൽ നേരത്തെ എത്തിയ ചരിത്രണ്ട. കോളേജ് ആയാലും സ്കൂളായാലും ഫസ്റ്റ് ഡേ അവൾ എന്തായാലും ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. ഹലോ ഗായ്സ്, ഞാനെത്തി.
നീയല്ലാതെ കണ്ടേ കണ്ടേ നീളും കാലം വേണ്ടും ഭാര ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷിലെ പ്രൊഫസറാണ്. എന്റെ പേരാണ് ജിമ്മി. അപ്പോൾ ഞാൻ നാളെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഗ്രൂപ്പിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം. അപ്പോൾ നാളെ എല്ലാവരും എന്താണ് നോട്ട് കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരേണ്ടതാണ്. ഇല്ലടാ, ഞാൻ ഇന്ന് ജിമ്മിന്റെ കൂടെയാണ്. നാളെ മുതൽ നിങ്ങളെ കൂടെ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിന്റെ കൂടെ പോയാലാണ് ശരിയാവുള്ളൂ. അവൻ വാങ്ങി തരാന്ന് പറഞ്ഞിരിക്കണേ. പിന്നെ അവന്റെ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ വെയിറ്റ് ആക്കണം. ഇസ, നീ വീട്ടിലേക്ക് പോയിക്കോ. നമുക്ക് ഷോപ്പിംഗ് നാളെ ചെയ്യാം. എന്താന്ന് വെച്ചാല് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആവും. അതാണ്. അത് ജിമ്മി, നിനക്ക് നേരത്തെ തന്നെ പറഞ്ഞൂടായിരുന്ന? എന്നാ ഞാൻ എന്റെ ഫ്രണ്ട്സാളുടെ കൂടെ പോയിട്ടുണ്ടാവൂലേ? ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ? പോസ്റ്റ് അല്ലേ? എടാ, എനിക്കറിയില്ലായിരുന്നു മീറ്റിംഗുള്ള കാര്യം. പെട്ടെന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ മെസ്സേജ്. അപ്പൊ എന്തായാലും മീറ്റിംഗിന് ഇരുന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ കുറച്ച് ലേറ്റ് ആവും, നല്ല ലേറ്റ് ആവും. അപ്പൊ നീ പോസ്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പോകാൻ പറഞ്ഞത്. എന്താണ്, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വരുമ്പോ നിനക്ക് സ്ട്രോബെറി മിൽക്ക് വാങ്ങി തരണ്ട്. ശരി എന്നാ. സ്ട്രോബെറി മിൽക്ക് ഒക്കെ പറഞ്ഞിട്ട് സോപ്പ് ഒന്നുണ്ട് കേട്ടാ. എന്താണ് കൊച്ചേ എന്റെ കൈ? സോറി. ഓ സോറി പറഞ്ഞാല് കൈത്തെ വേദന മാറും. നീ മനപ്പുറം ഇടിച്ചതാണ്. എനിക്ക് എന്താവശ്യമാണ് നിങ്ങളെ കയ്യിൽ മനപ്പുറം ഇടിക്കേണ്ട ആവശ്യം എന്തിനാണ്? നിന്നെ പോലെയുള്ള കോളേജ് പിള്ളേരെ മെയിൻ ആയിട്ടുള്ള പണിയാണ് കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരെ മേത്തി ഇടിച്ച് പോവല്. അനാവശ്യം പറയരുത്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെല്ലാം ഫേസ് കണ്ണാടി പോയി നോക്ക്. അപ്പൊ അറിയാ കാണാൻ കൊള്ളാവോ ഇല്ലേന്ന്. മുയലിന്റെ പോലത്തെ ഉള്ള ഫേസും ആ മുടിനെ കണ്ടില്ലേ, മറ്റേ കുളിക്കാത്ത പോലത്തെ ഉള്ളൊരിതും, പിന്നെ വലിയ മസിൽമാനാന്ന വിചാരം. മസിലൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് ബ്രദർ. ഇവിടെ ഉണ്ടക്കണ്ണി, നിന്റെ കോലം എന്താണ്? ഈർക്കിളിയാന്ന് വിചാരം. ഈർക്കിളിക്ക് ഡ്രസ് ഇട്ട പോലത്തെ ഒരു ഇതും വലിയ ഷോ ആണ്. എന്താ മോളെ ലേറ്റ് ആയി? ഒന്നും പറയണ്ടപ്പ, വൈക്കുന്നില്ല. ഒരു പൊട്ടനെ കണ്ട് കോമഡി ഞാൻ പറഞ്ഞുതരാം. നിനക്കറിയണത് തന്നെയല്ലേ ഇസ ഇപ്പോഴൊന്നും നീക്കൂല. കോളേജ് പോകാൻ ഭയങ്കര മടിയാണെന്ന്. നീ പോയിട്ട് വേഗം വിളിച്ചിട്ട് വരി. ഇങ്ങോട്ട് വാടി. നിന്നല്ലാതെ ഞാൻ വേറെ ആരത്തോടാ? എന്താന്ന് വെച്ചാല് ഇന്നലെ നിങ്ങൾ കോളേജിൽ വന്നിട്ട് ഇന്ന് മൈൻഡാക്കിയ, ജസ്റ്റ് നിന്റെ മുഖത്തൊക്കെ നോക്കിയ. എടാ എന്താന്ന് വെച്ചാല് ഇന്നലെ ഫുൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ
ഫുൾ ബിസിയും കാര്യങ്ങളായിരുന്നു. അല്ലാതെ എന്റെ കൊച്ചിനോട് ഞാൻ മനഃപൂർവ്വം മൈൻഡാക്കാതിരിക്കോ? ശരി എന്നാ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളി. ഞാനൊന്നും കണ്ടില്ലേ. കല്യാണം കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ബോധമാണ് കേട്ടാ. പോടി പോടി. ഓൾറെഡി നമ്മളെ ജിമ്മിൻ്റെതും ലിയൻ്റെതും എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. അവർ ചെറുപ്പം മുതലേ നല്ല പ്രണയത്തിലാവുന്നത് തന്നെ അവരെ രണ്ട് ഫാമിലിയും നല്ല എന്താ പറയാ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് കഴിച്ചിരുന്നു. ഉന്തൻ ചെയ്യും നാനും എന വിട്ട് ചെല്ലാതെ നീളും കാലം വേണ്ടും ഭാരം. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നിങ്ങളെ ഡിജിറ്റലിന്റെ പ്രൊഫസറാണ്. अब से हूँ मैं उम्मीद में है कहा जो सुन लो अगर അയ്യോ ഇയാള് സാറാണ്. എന്തേ നിനക്കെന്താ ഇയാളെ പരിചയം എന്താ? അയ്യോ ഇങ്ങനൊക്കെ നടന്നിട്ടാ. എന്താണ് അയാളെ നിനക്ക് പണി തരും? ഇത് നമ്മളെ പ്രൊഫസറും കൂടിയാണ്. എന്നടി എന്തിടി നീ പേടിപ്പിക്കാതെ. എന്താണ് ബാക്ക് ബെഞ്ചിലൊരു സംസാരം? അയ്യോ ഇവളോ, നിനക്കുള്ള പണി ഞാൻ തരാടി. എന്താണ് നിങ്ങൾക്ക് എന്റെ പേരെന്താ? ക്ലാസ്സിൽ നിന്നെ വരുന്നത് സംസാരിക്കാനാണോ? എന്റെ ക്ലാസ്സിലെ സംസാരം കാര്യങ്ങളോ ഒന്നും നടക്കൂല. ഹലോ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. ഈ ക്ലാസ്സിൽ 60 പിള്ളേരല്ലേ ഉള്ളൂ. അതില് ഒരാള് ഞാൻ തരുന്ന നോട്ട് നാളെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് നാളെ എൻ്റെ ക്യാബിൽ എത്തിക്കേണ്ടതാണ്. ഇവിടെ എന്ന് വെച്ചാല് നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേണം ഞാൻ തിരഞ്ഞെടുക്കാം. ബാക്ക് ബെഞ്ചിലുള്ള ഇസ, നാളെ നീ വരുമ്പോൾ ഞാൻ തരുന്ന നോട്ടും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ 9:30 എൻ്റെ ഉള്ളിൽ എൻ്റെ ക്യാബിൽ എത്തിക്കേണ്ടതാണ്. ഓക്കെ സാർ, ഞാൻ പറഞ്ഞില്ലേ അയാൾ നിനക്ക് പണി തരുന്നു. എന്നെ കൊണ്ടേ പോവുള്ളൂ. കൊച്ചേ വേഗം വാ, കഴിക്കാനും ആയോ? എത്ര ടൈമായി നീ റൂമിനുള്ളിൽ തന്നെ നിൽക്കണേ? മതി എഴുതിയത്. നിനക്കെന്താണ് അവിടെ പണി? ഒന്നും പറയണ്ടെന്റെ ജിമ്മി, ഒരു പുതിയൊരു സാറ് വന്നിട്ടുണ്ടല്ലോ. 40 പേജ് എഴുതാൻ പറഞ്ഞിരിക്കണ്. മനുഷ്യന്മാരെ കുളിയും കഴിഞ്ഞില്ല, ഫുഡും കഴിക്കാൻ പറ്റണില്ല. ഇപ്പോഴും 20 പേജ് ആയിട്ടുള്ളൂ. 40 പേജ് എഴുതണം. വല്ലാത്തൊരു കഷ്ടമായല്ലോ. അതെനിക്കിഷ്ടായി. നിനക്ക് സാറ് അറിഞ്ഞുകൊണ്ടാണ് മടിച്ച് പാറൂന്ന്. ഒന്ന് പോ ജിമ്മി, എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് പഠിക്കണ്ട. നിന്റെ ഒറ്റൊരു നിർബന്ധ പ്രകാരമാണ് ഞാൻ പഠിക്കണത്. നിനക്കുള്ള പണി ഞാൻ തരടാ, നീ ചിരിക്കൊന്നും വേണ്ട. ഇസ, ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഒക്കെ കറക്റ്റ് അല്ലേ? ഒക്കെ കറക്റ്റാണ് സാർ. ഇസ, നിന്റെ കൈക്കില് 2 പേനുണ്ടോ? ഒരു പേൻ എനിക്കൊന്ന് തരുമോ? എന്താണ് അവിടെ ബാക്ക് ബെഞ്ചില് സംസാരം? ഇസ, എന്താണ് സംസാരം? ഗെറ്റ് ഔട്ട് മൈ ക്ലാസ്. സാർ അതിന് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് അവന് പേന ചോദിച്ചു, ഞാൻ പേന ഇല്ലാന്ന് പറഞ്ഞു. ഇസ, ഈ ക്ലാസ് ടൈമിലാണോ താൻ ഉറക്കം?
ഗെറ്റ് ഔട്ട് മൈ ക്ലാസ്. ഇസ, ടൈം എത്രയായി? 11:12. 11:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിനക്ക് അറിഞ്ഞു തന്നെയല്ലേ? ബാക്കിയുള്ള എല്ലാ പിള്ളേരും ക്ലാസ്സിന് കയറിയിരിക്കണം, നിനക്ക് മാത്രം എന്താ എത്രത്? നിന്റെ തോന്നിയാവസരത്തിനല്ലേ? കളിക്കാനാണെങ്കിലും ഈ വീട്ടിലിരുന്നാ പോരെ. പിന്നെ എന്തിനാണ് കോളേജിൽ കയറുന്ന ആവശ്യം? എന്തിനാണ് കോളേജിൽ നേരെ വെറുതെ പഠിക്കാനല്ലേ? സാറ് 2 മിനിറ്റ് ലേറ്റ് ആയതിനാണോ നിങ്ങൾ ക്ലാസ്സിൽ പുറത്താക്കുന്നത്? നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വലിയ ദേഷ്യം എന്താ? ഞാനെന്താ പറഞ്ഞത്? എനിക്ക് തന്നോട് ദേഷ്യമാണെന്നോ? എന്താവശ്യത്തിനാണ് ദേഷ്യം? എന്റെ ക്ലാസ്സിന് എല്ലാവരും കൃത്യമായിട്ടുള്ള ടൈമിൽ കയറണം. നീ 2 മിനിറ്റ് ലേറ്റാണ്. നീ ഇവിടെ പുറത്ത് നിന്ന് എന്റെ ക്ലാസ് കേട്ട് നോട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഉച്ചക്ക് 1:30 ഉള്ളിൽ എനിക്ക് കാണിച്ചു തരേണ്ടതാണ്. ഓക്കെ? To the house, I wanna see you there. Cause you piss me off and tease me there. Then you cross the line, baby, I'll shoot you down. Don't you ever think I'll fall for you, I'll knock you out. പൊടിപാറും പൂരമല്ലേ, പകയേറും അംഗമല്ലേ, പടവെട്ടി പാര വയ്ക്കാൻ പണികൾ 18 Giddy, I hate you. Big giddy chick, I hate you. ിട പെണ്ണെ hate you. എലികരണ്ട പോലുള്ള നിൻമുഖം കണ്ട നാൾ മുതൽ hate you. വച്ച നിന്നുണകൾ കേട്ടു നാൾ അന്നു തൊട്ടു ഞാൻ hate you. കൊച്ചുവാക്കിലെ കൂട്ടമുള്ളിന് കുത്തിടുമ്പോഴോ hate you. കത്തിനോക്കുമായി കച്ചടയ്ക്കു നീ എത്തിടുമ്പോഴോ hate you. I hate you. Same to you. I hate you. എനിക്ക് ദേഷ്യം വിളിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ കോളേജിൽ വരുന്നത്? കോളേജിൽ വന്നാൽ ഈ മൊരട്ടൻ ജിയോ സാർ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട്. ജസ്റ്റ് തിരിഞ്ഞാ പോയപ്പോ 1 മിനിറ്റ് ലേറ്റ് ആയി. ഞാൻ തന്തപ്പൊടി എന്നെ പുറത്താക്കി. അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കും. ഒന്നെങ്കിലും ഞാൻ അയാളെ കൊല്ലും, അയാളെല്ലെങ്കിൽ എന്നെ കൊല്ലും. ദേഷ്യം വിളിക്കുന്നുണ്ട്. അങ്ങനെ പറയില്ലേ, ജോൺ സാർ പാവാണ്, നല്ല ലുക്കാണ്. അങ്ങനൊന്നും പറയരുതട്ടാ. നിനക്കെന്താ ജോൺ സാറിന് പറയുമ്പോ ഇത്ര പൊള്ളല്? നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് വരാം. അയ്യോ അയ്യോ അയ്യോ, സോറി 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 സോറി. ഇടി എന്തിനാ നിനക്ക് കണ്ണ് കാണില്ലേ? ഓ എന്നാ ലുക്ക. ഓ ഹോട്ട്. ഈ സീനിയറെ ഇടിച്ചിട്ട് നീ അങ്ങനെ പോവണ്ടട്ടാ. നീയില്ലേ പോണെങ്കിൽ തന്നെയല്ലേ എനിക്കൊരു എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് പോ. എന്ത് പ്രപ്പോസ് ചെയ്തു പോവാനേ? അതിന് നിങ്ങളാരാ? ഏത് സീനിയർ ആയാലും ആണെങ്കിലും എനിക്കൊന്നുമില്ല, ഞാൻ പോവാണ്. എടി ഇവിടെ നിൽക്കടി, നിന്നോടല്ലേ പറഞ്ഞത്? നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടായിരുന്നു. നീ അങ്ങനെ പോകണ്ട. നീ എനിക്കൊരു കിസ് അങ്ങനെ പോ. ആ എന്റെ കൈ വേദനിക്കുന്നുണ്ട്. എടാ കൈന്ന് വിടടാ. നിനക്ക് എന്ത് അവകാശമുണ്ട് ഒരു പെണ്ണിന്റെ കൈ കയറി പിടിക്കാനേ? നിനക്ക് ഞാൻ തന്നാ മതി കിസ്. സാറിന്റെ പണി നോക്കി നിന്നാ മതി, പഠിപ്പിക്കാൻ നോക്കിച്ചല്ലേ. ഇവിടെ കളി ഇറക്കണ്ടേട്ടാ. നിങ്ങൾ പോ. ഞാനവൻ തമ്മിലുള്ള മാറ്ററല്ലേ, നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്റെ പണിയാണ് ഇത്. എനിക്കല്ലേ, നീ വലിയ ആളാവാനൊന്നും നോക്കണ്ട. നീ മോനെ എത്ര കളിച്ചാലും ഇന്റെ അടുത്ത് എത്തൂലട്ടാ. കയ്യിന്ന് വിടാൻ നോക്കുക. എന്നിട്ട് നീ ക്ലാസ്സിലേക്ക് പോ. ഓക്കെ? അല്ലാതെ വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്റെ സ്റ്റുഡന്റിന്റെ മേലെ ആരെങ്കിലും കൈ കയറി പിടിച്ചാൽ ഞാൻ പ്രതികരിക്കും. അത് നീ ഏത് കോപ്പിലെ ആൾക്കാരായാലും എനിക്കൊരു കുഴപ്പമില്ല. നീ ഓവറാവാതെ നീ ആ കൊച്ചിന്റെ കൈ വിട്. സാറേ നിങ്ങൾ പോയിക്കോ, വെറുതെ കളിക്കാൻ നിൽക്കണ്ട. എല്ലാ പ്രശ്നത്തിനും മുമ്പ് ചാടിക്കോളില്ലേ? ഇപ്പൊ ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇവന് നിന്റെ കിസ് ചെയ്തിരുന്നു. നിനക്കത് തീരെ ബുദ്ധിയില്ലേ? നിന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ അല്ലെങ്കിൽ കാണല്ലോ പാലയാള് ഫുള്ളുള്ളത്. അതിന് സാറ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ലൈബ്രറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അവര് ജസ്റ്റ് തട്ടിയതാ. അപ്പോഴാണ് അവര് കൈ കയറി പിടിച്ചതൊക്കെ. എല്ലാരും എത്തും പോയി ഇടിച്ചോ. നീ പോയി ക്ലാസ്സിലേക്ക് പോകച്ചേ.
ചെല്ലാതെ ഇസ, നീ എപ്പോ പോയതാണ് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിട്ട്? ഞാൻ നിന്റെ ഫോണിക്ക് എത്ര പ്രാവശ്യം വിളിച്ച്, എവിടെ ഇരുന്ന് ലൈബ്രറി പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞ ആള് എത്ര ടൈമായി? ഈ ജിയോൺ സാറെ രക്ഷിച്ചോ, പാവാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ ജിയോൺ സാറ് എന്ന് രക്ഷിക്കുന്നു വെച്ചാല്. ജിയോൺ സാറ് ഞാൻ അങ്ങനെ ഇങ്ങനല്ലേ ഞാൻ വിചാരിച്ചിരുന്ന ജിയോൺ സാറ് പരമ ജെറ്റിന്ന് വിചാരിച്ചത്. പക്ഷെ ആള് പെട്ടെന്ന് രക്ഷിച്ചപ്പോ പാവാണ് ആള്. പക്ഷെ എന്താ മോളെ, മരുഭൂമിയില് മഴ പെയ്ത് തുടങ്ങിയ? മരുഭൂമിയിലൊന്നും മഴ പെയ്യാനായിട്ടില്ല. അതൊന്നും അവിടെ നിന്ന് നിങ്ങളെ എത്തിക്കണ്ട. ഞാൻ സാറിനോട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് വരാം. സോറി സാറേ, ഞാൻ ലഭിക്കാൻ പോയപ്പോ അറിയാതെ പറ്റിയതാണ്. ക്ലാസ്സിലേക്ക് പോയി. എന വിട്ട് ചെല്ലാതെ നീളും കാലം വേണ്ടും ഭാര. എന്താണ് മോളെ, സാറിന്റെ അടുത്ത് പോയ മുതൽ കിളി പോയാ? എന്താണ് പറ്റി പറ. ലിയ, ലിസ, ജെനി, എനിക്ക് നമ്മളെ ജിയോൺ സാറിനെ ക്രഷ് അടിച്ചെന്നല്ല, സീരിയസ്ലി വൺ സൈഡ്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടായി സത്യമായിട്ടും. അയാളെ കാണുമ്പോ തന്നെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കണുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. സീരിയസ്ലി അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മരുഭൂമിയില് മഴ പെയ്യാൻ തുടങ്ങിയെന്ന്. ജിയോൺ സാറേ, ഞാനെത്തി. എന്താ സാറേ ഒരു മൈൻഡില്ലാത്ത? നിനക്കെന്താ കൊച്ച വട്ടായോ? ക്ലാസ്സിലെടി കേറിപ്പോടി ക്ലാസ്സിലേക്ക്. ഈശോയെ, ഈ പോക്ക് പോയാൽ ഈ മൊരടനെ ഞാൻ എങ്ങനെ വളക്കും? ക്രഷ് അടിച്ചും പോയി. എന്തായാലും മോളെ ഇച്ചില്ലേ കുറച്ച് പണി വിടും, നോക്കിക്കോ. അങ്ങനെ ഇങ്ങനൊന്നും ജിയോൺ സാറെ വളയണ ടൈപ്പല്ല. നീ പോടി, അങ്ങനെ ഇങ്ങനെ നീ ഈസ തളരൂല. 2 മാസത്തിനുള്ളിൽ ഈ മൊരടൻ സാറിനെ ഞാൻ വളച്ചിട്ടില്ലേ, നിങ്ങളെ വിളിച്ചിട്ട് സാറിനെ കൊണ്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയിപ്പിക്കും. ആയിക്കോട്ടെ കാണാം നമുക്ക്. ശരി എന്നാ. തങ്ങള് തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങള് ത തിന്ന കദിന്ന തങ്ങള് കദിന്ന ത തിന്ന കദിന്ന തങ്ങള് തിന്ന കദിന്ന തങ്ങള് ത തിന്ന കദിന്ന തങ്ങള് ത തിന്ന കദിന്ന തങ്ങള് സ്റ്റുഡൻസ്, ഞാനിപ്പോൾ എടുത്ത ടോപ്പിക്കിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് ക്ലിയർ ചെയ്യാം. ഞാൻ ചോദിച്ചോളൂ. സാറേ എനിക്ക് ഡൗട്ട് ഉണ്ട്. സാറിന് ലൈനുണ്ടാ? താൻ ചെന്ന് ഇപ്പൊ പഠിക്കാൻ നോക്ക്. ഞാൻ ഈ ഡൗട്ടല്ല നിന്നോട് ചോദിക്കാൻ പറഞ്ഞത്. ലൈനുണ്ടോ വരണ്ടോ എന്ന് ഞാൻ പിന്നെ എനിക്ക് പഠിപ്പിച്ചു തരട്ടാ. ഓക്കെ സാർ.
എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ നിന്റെ സാറാണ്. കുട്ടിക്കളിക്ക് നിൽക്കണ കളിപ്പാവല്ല. അതിനിപ്പോ എന്താ സാറേ ഞാൻ ചെയ്തത്? ഇങ്ങോട്ട് വാടി. എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ നിന്റെ സാറാണ്. കുട്ടിക്കളിക്ക് നിൽക്കണ കളിപ്പാവല്ല. ഓ, കൊച്ചിനൊന്നും അറിയില്ല. എന്ത് പാവം കൊച്ചാണ്. എന്താ ഉദ്ദേശം? കാര്യം പറ. എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് എനിക്ക് സാറിന് ഇഷ്ടമാണ്. സാറിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതാണ് എന്റെ ഉദ്ദേശം. നിനക്കെന്താ കൊച്ചേ വയ്യേ? ഇപ്പൊ പഠിക്കണ പ്രായണ്. ഫസ്റ്റ് മോള് പോയിട്ട് പഠിക്കാൻ നോക്കിട്ടാ. പ്രണയെന്നൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവുന്നതാണ്. അത് ജസ്റ്റ് നീ മനസ്സിന്ന് മാറ്റിക്കോ. ഇതൊന്നും ഒരിക്കലും നടക്കൂല. സാറേ എനിക്കറിയാം പഠിക്കാന്. പക്ഷേ ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല. എനിക്ക് 20 വയസ്സായിക്കണ്. അപ്പൊ എനിക്ക് അത്യാവശ്യത്തിന് മെച്ചൂർഡ് ആയിക്കാണ്. അപ്പൊ എനിക്കറിയാം ഞാൻ ഒരാളെ സ്നേഹിക്കണോ വേണ്ടത്. എനിക്ക് സാറിന് ഇഷ്ടമാണ്. പിന്നെ എനിക്കെന്താ കുറവെന്താ? ഞാൻ ലുക്കത്തില്ലേ? ആ ആഗ്രഹം ഒരിക്കലും നടക്കൂല. നീ എന്റെ സ്റ്റുഡന്റ് ആണ്, ഞാൻ നിന്റെ പ്രൊഫസറുമാണ്. അപ്പോലെ നീ ഫസ്റ്റ് പഠിക്കാൻ നോക്കേ. ഒരിക്കലും ഈ ആഗ്രഹം സെറ്റ് ആവില്ല. നീ ഇവിടെ തന്നെ ഇത് ഉപേക്ഷിക്കണം. ഓക്കെ? ഒരു ഉപേക്ഷിക്കലില്ല. സാറിനെ ഞാൻ വളർത്തിയിരിക്കും. സാറിനെ ഞാൻ കേട്ടും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് സാറിനെ പപ്പാന്ന് ഞാൻ വിളിപ്പിക്കും. നോക്കിക്കോളി. നമുക്ക് കാണട്ടോ. ഒരിക്കലും നടക്കൂല. അങ്ങനെ നമ്മളെ ജീവനെ വളർത്താൻ പരമാവധി നോക്കണ്ട്. ജീവനം വളയണം മട്ടില്ല. അപ്പൊ ഞമ്മക്ക് ഇനി എലിയുടെ ഫാമിലി പരിചയപ്പെടാം. മറിയം, അമ്മന്റെ പേര് മമ്മിന്റെ പേരാണ് മറിയം, പപ്പന്റെ പേരാണ് ജോസഫ്. നമുക്കിനി അവരെ വീട്ടിലെ വിശേഷം കാണാം. ഇതാരാണ്? ഇസക്കൊച്ച. ഓ, ഇസക്കൊച്ചൊക്കെ ആള് മാറിപ്പോയി, വലുതായിപ്പോയി. പപ്പയെ കണ്ടൂടാ. പപ്പയും അമ്മനെ കാണാൻ ഇപ്പൊ വരലേ ഇല്ല. ഇന്നെന്ത് പറ്റി വരാന്? എന്താണ് പപ്പ പിണങ്ങല്? എന്താന്ന് വെച്ചാല് ക്ലാസ് തുടങ്ങിയപ്പോ ഭയങ്കര ബിസി ആയി പോയി. അല്ലാതെ ഞാൻ എന്റെ പപ്പനും അമ്മനെ മറക്കുവോ? മറിയാ, ഇങ്ങോട്ട് വേഗം വാ. ഇതാരാ വന്നിട്ട് നോക്ക്. ഇതാരാ? ഇസക്കൊച്ച എന്നോട് മിണ്ടണ്ട. ഇപ്പോഴല്ലേ മമ്മയെ കാണാൻ വരുന്നത്. എന്താണ് മമ്മക്ക് അറിയണത് തന്നെയല്ലേ. ഞാൻ മമ്മനെ ഒന്നും കോളാക്കലില്ലേ. പിണങ്ങല്ലേ നിങ്ങൾ? ലിയ മോള് റൂമിലുണ്ടാവും. അവള് രാവിലെ മുതലേ കോൾ ചെയ്യാൻ തുടങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ല. മോളൊന്ന് ചെന്ന് വിളിച്ചിട്ട് വാ. ഞാൻ പൊതിന് മോൾക്കുള്ള ഫുഡ് റെഡിയാക്കാം. ലിയ വാതി തുറന്നേ. മതി കോളാക്കിയതിട്ടാ. എന്തേ നിനക്ക്? എന്ത് അസൂയാണ്? എന്റെ ഏട്ടനല്ലേ വിളിക്കുന്നത്, വേറെ ആരില്ലല്ലോ. എനിക്ക് അസൂയാണ്. നിങ്ങളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കണേ. ഞാനാണെങ്കിൽ ഒരാളെ വളക്കാൻ നിക്കണേ. അപ്പോഴാണ് നീ എന്റെ മുന്നിൽ വെച്ചിട്ട് കോളില്ലേ. അത് പറ്റൂല. കോളേജിൽ നിന്ന് കാണില്ല. അത് മതി. ഞാൻ ഇല്ലാത്ത ടൈമിൽ കോളാക്കിക്കോളി. ലിയ, 2 ദിവസം ക്ലാസ്സില്ലല്ലോ. എന്റെ ജീവൻ സാറിനെ മിസ് ചെയ്യണുണ്ട്. എങ്ങനെ അയാളെ കാണാം? ഞാൻ കോളാക്കിയാലേ ആ ചങ്ങായി എടുക്കൂലടോ. എന്താ ചെയ്യാ? എന്തോ ഒരു ഗ്ലാമറാണ്. ദിവസം കൂടുമ്പോ അനുസരിച്ചിട്ട് ഗ്ലാമർ കൂടി വരണം. എന്താ തന്നെ നിൽക്കുന്ന വൈകി പ്രണയന്റെ തല കയറിയ ഞാൻ ആലോചിക്കുന്നു. എങ്ങനെ പറഞ്ഞ ജിയോൺ സാറിനൊക്കെ പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജിയോൺ സാറിന് പുറകെ നടക്കണേ. വളയും പോക്കുപോയാല് അതങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച അയാളോട് ക്രഷ് തോന്നുന്ന എന്ത് ലുക്കാണ്. അയാളാ ചുണ്ടിന്റെ അടുത്ത ആ മറകുണ്ടല്ലോ, അതാണ് ക്രഷ് അടിച്ചത്. ആ ചുണ്ട്, ആ കണ്ണ്, എന്ത് ക്യൂട്ട് ഹോട്ടാണ് എന്തത്. ഇനിയെന്താ മോളെ നെക്സ്റ്റ് പ്ലാന്? വളയോ? നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് ചോദിച്ചാല് ഓണല്ലേ വരുന്നത്. അപ്പൊ ഞാൻ സാരിയൊക്കെ എടുത്ത് ട്രഡീഷണൽ ലുക്ക് ആകുമ്പോ
നല്ല ലുക്കിൽ ഞാൻ പോകും. അപ്പൊ സാറിനെ കാണും, ക്രഷ് എടുക്കും. അപ്പൊ എന്നോട് ഇഷ്ടം എന്ന് പറയും. നോക്കിക്കൊന്നു. ತದಿಗಿಡ ತಗ ಚಳು ತದಿಗಿಡ ತಗ ಚಳು ತರಿಗಿಡ ತಗ